നമ്മുടെ കുടുംബങ്ങളിൽ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരുപാട് പേരെ കാണാം അല്ലേ. ഇവർ നമ്മളെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ പച്ചക്കള്ളമാണ് പറയുന്നത് കാരണം അവരുടെ അഭിനയം കണ്ട് നമ്മൾ അന്തം വിട്ട് നിന്ന് പോകും. ഒരുപക്ഷെ ചില സമയത്ത് പല ആൾക്കാരും ചെയ്യുന്നത് ഇവരുടെ അഭിനയം കണ്ട് അത് വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യും, വളരെ ജെന്യുവിനായിട്ട് അവരോട് സംസാരിക്കുകയും നമ്മൾ ഹൃദയം കൊണ്ട് അവർ പറഞ്ഞ കാര്യം സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിനയം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അവരോട് നല്ല രീതിയിൽ നിന്നാലുള്ള പ്രോബ്ലം നമുക്ക് പിന്നീട് ഇവരിങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് വളരെ വലിയ ബുദ്ധിമുട്ട് വരികയും മനസ്സിന് വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സമാധാനം നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ പറയുക ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളോട് അഭിനയിക്കുന്ന ആൾക്കാരോട് അതേ നാണയത്തിൽ തിരിച്ച് അതിനേക്കാളും നന്നായിട്ട് അഭിനയിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ അഭിനയം കൊണ്ട് അവരെക്കാളും നന്നായിട്ട് ആർക്ക് അഭിനയിക്കാൻ പറ്റണം, നമുക്ക് അഭിനയിക്കാൻ പറ്റണം. കാരണം ഇങ്ങനെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഇവർ റെഡി ആവാൻ പോകുന്നില്ല. സീരിയസ്ലി ഇവർ നന്നാവാൻ പോകും, ഇവരിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നല്ല, ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ ഞാനിങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ആൾക്ക് നോവുന്നുണ്ട് ഒന്നും ആൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവരങ്ങനെയാണ്, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെടുത്ത് അഭിനയിക്കുന്ന ആൾക്കാരുടെ തിരിച്ച് അഭിനയിക്കാൻ പറ്റുക, നമ്മൾക്ക് പ്രയോറിറ്റി തരുന്ന ആൾക്കാരെ മാത്രം ചേർത്ത് വരിക, നമ്മൾ അവഗണിക്കുന്ന ആൾക്കാരെ അവഗണിക്കുക തന്നെ വേണം. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ സമയത്തും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കി പെരുമാറാൻ തയ്യാറാവുക.